എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഭാഗ്യം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിയിട്ടും അത് കൈക്കലാക്കാൻ കഴിയുന്നില്ലെന്ന്? എന്തുകൊണ്ടാണ് ചിലർ മാത്രം പെട്ടെന്ന് വിജയിക്കുന്നത്? ഇന്ന് പുരാതന അറബിയിലെ മണൽക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നഗരത്തിൻ്റെ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം പറഞ്ഞു തരാം. ചെറിയ ഈ വീഡിയോ ശ്രദ്ധയോട് കേൾക്കൂ. നിങ്ങളുടെ ജീവിതം തന്നെ മറിയും തീർച്ചയാണ്. മരുഭൂമിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ 3 സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്ക് അവരുടെ പിതാവ് മരണമയിയായി ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് ഒരു സ്വർണ്ണ നഗരമുണ്ട്. പക്ഷേ അത് കാണണമെങ്കിൽ നിഗൂഢമായ ഒരു താക്കോൽ വേണം. 3 താക്കോലുകൾ അദ്ദേഹം അവർക്ക് 3 പേർക്കായി നൽകി. ഒന്ന് സ്വർണത്തിൻ്റേതായിരുന്നു, രണ്ടാമത്തേത് വെള്ളിയുടേതും, മൂന്നാമത്തേത് തുരുമ്പിച്ച ഇരുമ്പിൻ്റേതുമായിരുന്നു. മൂവരും യാത്ര തിരിച്ചു. സ്വർണ്ണ താക്കോൽ കിട്ടിയവൻ അഹങ്കാരത്തോടെ മുന്നേറി. വെള്ളിത്താക്കോൽ ഉള്ളവൻ തൻ്റെ ബുദ്ധിയിൽ വിശ്വസിച്ചു. തുരുമ്പിച്ച താക്കോൽ കിട്ടിയവൻ മൂന്നാമൻ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. അവർ മരുഭൂമിയിലെ ആ സ്ഥലം തിരഞ്ഞു കണ്ടെത്തി. അവസാനം അവർ വളരെ കഷ്ടപ്പെട്ട് ആ സ്ഥലം കണ്ടെത്തുകയുണ്ടായി. അവിടെ ഒരു വാതിലും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണത്താക്കോലുള്ളവൻ നിരാശയായി മടങ്ങി. വെള്ളിത്താക്കോലുള്ളവൻ കുഴിച്ച് നോക്കുകയും പലയിടത്ത് പരിശോധിക്കുകയും ചെയ്തു. പരാജയപ്പെട്ടു. അവനും നാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ മൂന്നാമൻ ആ മണലിൽ ക്ഷമയോടെ കാത്തിരുന്നു. സൂര്യപ്രകാശം കൃത്യമായി ഒരു ആംഗിളിൽ മണലിൽ പതിച്ചപ്പോൾ ഒരു ചെറിയ തുള കണ്ടു. അവൻ തൻ്റെ തുരുമ്പിച്ച താക്കോൽ അതിലിട്ടു തിരിച്ചു. പെട്ടെന്ന് മണലിനടിയിൽ നിന്ന് ഒരു വലിയ നഗരം ഉയർന്നു വന്നു. അത്ഭുതം! ആ തുരുമ്പിച്ച താക്കോൽ സത്യത്തിൽ സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു കാന്തമായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയിലെ താക്കോൽ നമ്മുടെ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡ്. പുറമോടിയിൽ വഞ്ചിതരാകരുത്. സ്വർണത്തിൻ്റെതെന്ന് കരുതി നമ്മൾ പുറമേ പോകുന്ന പലതും വെറും തിളക്കങ്ങൾ മാത്രമായിരിക്കും. ക്ഷമയോടെ കാത്തിരുന്നാൽ മണലിൽ കാത്തിരുന്ന മൂന്നാമനെ പോലെ അവസരത്തിനായി കാത്തിരിക്കുവാനും കൃത്യസമയത്ത് പ്രവർത്തിക്കാനും പഠിക്കണം. യഥാർത്ഥ നിധി നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയരുത്. അത് ശരിയായ സ്ഥലത്ത് ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കയ്യിലുള്ള തുരുമ്പിച്ച താക്കോൽ ഏതാണ്? അത് തിരിച്ചറിയാൻ ശ്രമിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.